കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതൂസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. ഞാനത് ഇങ്ങനെ ചേട്ടാ Let's put our hands together to welcome Arjun. അറിയില്ല, ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പുറത്തിറങ്ങി മറ്റേ ആൾക്കാർ വരും, സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇവിടെ പലരും ഫുഡ് കഴിച്ചിട്ടില്ല. എന്താ റീസൺ എന്നൊന്ന് ചോദിച്ചു നോക്കിയാ. ഫുഡ് കഴിക്കാതെ എങ്ങാനും മയങ്ങി വീണാൽ അർജുൻ എടുത്ത് പൊക്കിയാലോ. നീ ആര്? ബിഗ് ബോസ്, നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ്. എപ്പിസോഡ് കൊണ്ട് ഒരു 50 ദിവസത്തെ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അർജുന്റെ സിസ്റ്റർ അല്ലേ? കണ്ടില്ലായിരുന്നോ? ആൻഡ് അതിൽ പ്രത്യേകിച്ച് കുറെ ആരാധകന്മാരും ഉണ്ടായിരുന്നു. വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അറിഞ്ഞായിരുന്നല്ലേ? അത് ആ വിഷയം ചേട്ടൻ അറിഞ്ഞായിരുന്നോ? അറിയായിരുന്നല്ലേ? എന്ത് തോന്നി? സന്തോഷം. അവനോടുള്ള റെസ്പെക്ട് എനിക്കും തന്നു. അതാണ് കൂടുതലും സംഭവിച്ചത് അവിടെ. ബിഗ് ബോസിൽ ആക്ച്വലി ഫാൻ ആവുന്നത് വെൻ യു ടോക്ഡ് അബൌട്ട് ഡിപ്രഷൻ ആൻഡ് ഹൗ യു ഫേസ്ഡ് ഇറ്റ്. ആൻഡ് ഒരാളെങ്കിലും എന്നെ കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ ബെഡിൽ നിന്ന് എണീറ്റിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വന്ന ആൾക്കാരാണ്. The true love starts with friendship, a kiss on the forehead, a date night, fake an apology after a fight. I need a man who's patient and kind, gets out of the car and holds the door. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു പുതിയ റോളിലാണ്. എൻ്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ 100 ദിവസം ബിഗ് ബോസ് പോലുള്ള ഒരു വലിയൊരു ഷോയിൽ അതിജീവിച്ച് ജനമനസ്സുകളെ കീഴടക്കിയ ഒരു ചോക്ലേറ്റ് ബോയിനെ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ചോക്ലേറ്റ് ബോയ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ബിഹൈൻഡ് വുഡ് പ്രസൻസ് 100 Days of Love Arjun's Fans Festival supported by Needus Academy, the best IELTS and OET institute in India. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ട് ഡിലേ ആക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ വ്യക്തിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് പുട്ട് our hands together to welcome Arjun. എങ്ങനെയുണ്ട് ലൈഫ്? എങ്ങനെയുണ്ട്? സുഖാണോ? ലൈഫിൽ സന്തോഷം, സുഖം, സന്തോഷം. പക്ഷെ അവിടുത്തെ സന്തോഷത്തിനേക്കാളും ഇവിടെ നോക്കിയേ, അവിടുത്തെ മുഖത്തുള്ള സന്തോഷം നോക്കിയേ. കാരണം ഇത്രയും സമയം അല്ലേ, അർജുൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്. ഞാൻ മറ്റും ആയിരിക്കണം, ഒരാൾ ഇവിടെ ഉണ്ടാവില്ല അല്ലേ? അപ്പോ എന്താണ് ഇതിൽ കാണുമ്പോ തന്നെ മനസ്സിലാവൂലോ എത്ര പേരാണ്. അതിലും കൂടുതൽ ആരാന്ന് നോക്കിയേ, മൊത്തം പെൺകുട്ടികളാണ്. എന്താണ് അതിന്റെ റീസൺ? എന്താണ്? എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പുറത്തിറങ്ങുമ്പോൾ ഇത്ര ആൾക്കാർ വരും, ഇങ്ങനെ കാണും. സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇത് കാണുമ്പോഴത്തേക്കും ലൈക്ക് ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. എന്താ പറയാ, പ്രത്യേകിച്ച് പെൺപിള്ളേരെ കാണുമ്പോ ഐ ഫീൽ വെരി ബ്ലെസ്ഡ് അല്ലേ? അങ്ങനെയല്ല, സന്തോഷം. എല്ലാം എന്നെ കാണാൻ വന്ന എഫേർട്ട് മാറ്റേഴ്സ് ഞാൻ എപ്പോഴും പറയും. അപ്പം എന്നെ കാണാൻ വന്നതിലും എഫേർട്ട് എടുത്തതിലും അത് ഭയങ്കര ഒരു കാര്യമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
അതില് എഫേർട്ട് എന്ന് പറയുമ്പോ പലരും ഇവിടെയുള്ളവരല്ല, പലരും ദൂര അല്ല സ്ഥലങ്ങളിലൊക്കെ. ഞാനും ചെറുപ്പത്തിൽ റീസെന്റ് വരെ ഞാൻ ഓരോരുത്തരെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകും. അപ്പൊ എന്നെ കാണാൻ ഇങ്ങനെ ഓരോരുത്തർ എഫേർട്ട് എടുത്ത് കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര അതിപ്പം ഭയങ്കര ഭയങ്കര സന്തോഷം അല്ലേ? സന്തോഷം അത്. അതെ. ഓക്കെ, നമ്മൾ അധികം ആരും അറിയാത്ത ഒരു മോഡലായിട്ടാണ് അല്ലെ? അയ്യോ, അങ്ങനെ പറഞ്ഞതല്ല ഇല്ല, കേട്ടോ. ഇല്ല. അധികം ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു മോഡലായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോ ജനമനസ്സുകളിൽ കീഴടക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഭാവി സിനിമാ താരമായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. സോ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താ തോന്നുന്നത്? ഇതിപ്പോ ഞാൻ മോഡലിംഗ് ചെയ്തൊരു 6 years ആയി മോഡലിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അന്നേരം ഒന്നും എനിക്ക് അറിയില്ല മോഡൽസിന്. ഇപ്പൊ പലരും ഈ എന്നെ മാത്രമല്ല മോസ്റ്റ്ലി കേരളത്തിലെ മോഡൽസിന് അങ്ങനെ വലിയ അണ്ടർ റേറ്റഡ് ആണ് ആൾക്കാർ. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പിന്നെ റീൽസ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചറിയണല്ലോ, ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചുമ്മാ റീൽസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു, അല്ലാതെ അങ്ങനെ ആർക്കും അറിയൊന്നുമില്ലായിരുന്നു. പിന്നെ അതിൽ കയറി ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കിനും എല്ലാവരും തിരിച്ചറിയുന്ന കാണുമ്പോൾ എനിക്കൊരു എന്താ പറയാ, ഇത് എനിക്ക് പറ്റാതാണോ നാട്ടുകാർക്ക് പറ്റാതെ അതുപോലത്തെ ഒരു ഇതല്ലേ? അതുപോലത്തെ ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ ഭയങ്കര സന്തോഷാണ്. I mean, ഭയങ്കര സന്തോഷം. ഐ ഫീൽ പ്രൗഡ് ആക്ച്വലി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറേ വർഷം ഞാൻ നീയുള്ള സീസണിലാണെങ്കിലും ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ വൈൽഡ് കാർഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താണ്. ഇപ്പം ഇതിന്റെ ക്രൂവിന്റെ ആൾക്കാർ എന്നെ കണ്ടു മടുത്തുന്നതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ കുറേ സ്വപ്നം കണ്ട സ്ഥലത്തെത്തി. ഞാൻ ഒരിക്കലും ടൈറ്റിലൊന്നും സാധനം പ്രതീക്ഷിച്ചൊന്നും വന്നു. എനിക്കൊരു പക്ഷെ അത് ഡ്രീം വലിയൊരു അച്ചീവ്മെന്റ് ആണല്ലേ? അച്ചീവ്മെന്റ്. ആ ടൈറ്റിൽ, ഈ ഫസ്റ്റ് റണ്ണറപ്പ് എന്നുള്ള ഒരു ടൈറ്റിൽ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അത് ജനങ്ങൾ തന്നതാണ്. അർജുൻ ഇഷ്ടപ്പെട്ട്, അർജുന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട്, പ്ലേ ഇഷ്ടപ്പെട്ട്, എന്തായിരുന്നു ലാസ്റ്റ് ടൈമിലേക്കുള്ള പെർഫോമൻസ്? അർജുൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? ഇല്ല, ഞാൻ എന്നിൽ വിശ്വസിച്ച് മാത്രം പോയ ആളാണ്. ഞാനിപ്പോ എന്റെ ഓഡിഷൻസെല്ലാം പറഞ്ഞത്, എന്റെ ഫസ്റ്റ് ഓഡിഷൻ ഞാൻ സീസൺ 4 സീസൺ 3 അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊരു മോഡലാണ്, ബട്ട് എനിക്കൊന്നും പറ്റാഞ്ഞൊരു മോഡലായിരുന്നു. വർക്ക്സ് കിട്ടുന്നില്ല, പിന്നെ എനിക്ക് ഇതിലൂടെ വേണം, രക്ഷപ്പെടാമെന്നും പറഞ്ഞ ആളാണ്. സീസൺ 4 5 സെയിം തന്നെ പറഞ്ഞു. 6-ലാകുമ്പോഴത്തേന് എനിക്ക് മനസ്സിലായി എന്റെ ഇല്ലായ്മ പറഞ്ഞിട്ട് കാര്യമില്ല. ഐ മീൻ എനിക്ക് ഒന്ന് മാറ്റി പിടിച്ചേക്കാൻ വിചാരിച്ചു. സോ ഞാൻ ഈ 1 year അതിനുവേണ്ടി തന്നെ മെനക്കിട്ടു. ലൈക്ക് എൻ്റെ അപ്പിയറൻസ് മാറ്റി, പിന്നെ വർക്ക്സ് കൂടുതൽ കിട്ടാൻ തുടങ്ങി. മീൻ ഞാൻ മനസ്സിലായി എൻ്റെ USP എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ സെല് ചെയ്യാൻ നോക്കി. പിന്നെ നല്ല എൻ്റെ അമ്മ എപ്പോഴും പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പം ഞാൻ കരഞ്ഞു, എല്ലായിടത്തും ചാൻസ് ചോദിച്ചു. അമ്മ പറഞ്ഞ പോലെ തന്നെ പാല് കിട്ടി അല്ലേ? പാല് കിട്ടി. അങ്ങനെ ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. ഇപ്പം അവരെന്നെ അവർക്ക് വാവ് ഫീൽ ചെയ്ത്. ഞാൻ നേരത്തെ അറ്റൻഡ് ചെയ്ത വേയും പിന്നെ അറ്റൻഡ് ചെയ്ത വേയും ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ എൻ്റെ അപ്പിയറൻസ് ആണെങ്കിലും മാറി. ഞാൻ ഡയറ്റ് ഒക്കെ എടുത്ത് കുറെ എൻ്റെ അപ്പിയറൻസ് മാറ്റി. സോ അത് ആ എഫേർട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സംസാരിച്ചു, ഞാൻ ഫുൾ ചിൽ. എന്നോട് ഗെയിം പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല, എനിക്ക് ആ മൊമെന്റ്, ആ 3 months എന്നുള്ള മൊമെന്റില്ല, ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതും. പിന്നെ ലൈക്ക് ഗെയിം പ്ലാൻ ഒക്കെ കാണും, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ വലിയ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ലൈക്ക് ഹാപ്പനിങ്, ലൈക്ക് എനിക്ക് വരാനുള്ള എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അതിലുള്ള എഫേർട്ട് ഞാൻ പുറത്തിട്ടിട്ടാണ് വന്നത്. ഞാൻ ഇത്രയും 6 years എനിക്ക് എഫേർട്ട് ഉണ്ടെങ്കിൽ അകത്ത് കിട്ടുന്ന എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഓടി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള കിട്ടും, അത്രേ ഉള്ളൂ. കൂട്ടം എന്ന് പറയുന്നത് അർജുനായിട്ട് നിന്നു. അപ്പൊ പല കാര്യങ്ങളും മിറാക്കിൾസ് ചുറ്റും സംഭവിച്ചല്ലേ? ഓക്കെ, ലാൽ സാർ ആ സ്റ്റേജിൽ നിന്നിട്ട് ആ ഒരു സംഭവം പറഞ്ഞപ്പോ എന്തായിരുന്നു ഫീല്? ലാൽ സാർ, എനിക്കിപ്പോ ഞാൻ ലാൽ സാർ ഡിവോട്ട് ചെയ്യുന്ന സ്വയം പറയുന്നത്. എനിക്ക് പുള്ളിന്റെ ദൈവമാണ്. ഇതിനു മുമ്പാണ് ഞാൻ കുറെ വർഷമായിട്ട് പുള്ളി ഉദ്ദേശിച്ച് ഞങ്ങൾ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കാട്ടെ പുള്ളി. ഓക്കെ, ലാൽ സാർ ലൈക്ക് എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ പേടിയാവും. കാരണം ഞങ്ങൾ ഒരു പ്രിൻസിപ്പൾ വരുന്ന ഫീൽ ആയിരിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, രാവിലെ ആ പാട്ട് കേൾക്കുന്നു, എണീക്കുന്നു, ഡ്രസ് മാറിയിരിക്കുന്നു, മീറ്റിംഗ് പ്രിൻസിപ്പൾ വരുന്ന ഫീൽ ആണ്. പക്ഷെ ലാൽ സാറിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുള്ളിക്കാരൻ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മൊമെന്റ് എന്താ വെച്ചാൽ ബിഗ് ബോസിൽ ലാൽ സാറായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു. അപ്പൊ വിഷുവിനാണെങ്കിലും എന്നെ വന്നിട്ട് പുറത്ത് കണ്ടോന്ന് എനിക്ക് അറിയില്ല, എനിക്കെന്ന് പനിയായിരുന്നു. അപ്പൊ ലാൽ സാർ ഒന്ന് ആദ്യം വന്നിട്ട് എന്നെ ഇവിടെ തൊട്ട് നോക്കിയിട്ട് പനി കുറഞ്ഞു ചോദിച്ചു. അതെ. ഞാൻ ആദ്യം ഇങ്ങനെ കയറി എന്നെ ഇങ്ങനെ നോക്കി, പിന്നെ നോക്കി. അപ്പൊ ഞാൻ മെലിഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ അപ്പിയറൻസ് ആണ് പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പുള്ളിക്കാരൻ തോന്നുന്നു ചോദിച്ചു പനി കുറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊന്ന് വിളിച്ചു. അപ്പൊ തന്നെ എനിക്ക് പനി കൂടി, സത്യം പറഞ്ഞു. കുറച്ചുകൂടെ ടെൻഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എത്ര പേര് ആഗ്രഹിക്കുന്നതാണ്. ലാൽ സാറെ കാണാൻ വരെ ഒരുപാട് പേര് എഫേർട്ട് ഇട്ടിട്ട് നടക്കുന്നില്ല. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര. അതെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് മുമ്പ് ഒരു മൊബൈൽ ബ്രാൻഡിന്റെ അതിന്റെ പരസ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാൽ സാറിന് എന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ലാൽ സാറിന്റെ പേര് കേട്ട് പോയതാണ്, എനിക്കറിയാം ബാക്കിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ പോയി പുള്ളിക്കാരനെ കാണാമെന്ന് ഓർത്തിട്ട് പോയി. ഇപ്പം ഞാൻ ഇവിടെ ആണെങ്കിൽ ലാൽ സാർ അവിടെയാണ്, ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ഹൈറ്റ് ഉള്ളത് എന്നെ കാണാം. പരസ്യം ഒന്ന് മ്യൂട്ട് ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. അന്ന് ഞാൻ
അല്ല അവിടെ വണ്ടി സാറിന് വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആന്റണി ചേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹായ് ഒക്കെ കാണിച്ച് ചാറ്റ് വന്ന് അന്ന് എനിക്കറിയായിരുന്നു ഒരു ദിവസം എനിക്ക് പുള്ളിയുടെ കൂടെ ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്ക് Manifest ചെയ്തു. മാനിഫെസ്റ്റ് ചെയ്ത് Okay. പീക്കുകയും ചെയ്തിട്ടുണ്ട്. Okay. അപ്പം പിന്നെ എനിക്ക് ഒരുമിച്ച് പോയി ഇരിക്കാൻ പറ്റി. എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റി. എന്നോട് കെട്ടിപ്പിടിന്ന് ചോദിച്ചു. അന്ന് എന്റെ കിളി പോയി. അതെ, ബാക്കിൽ നിന്ന് അർജുൻ ഇപ്പൊ ലാൽ സാറിന്റെ കൂടെ അതെ നിന്ന്. അതെ ഓക്കെ, പിന്നെ എന്നെ പോലെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് അർജുനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഒരു 50 ദിവസത്തെ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അർജുന്റെ സിസ്റ്റർ. അല്ലേ അല്ലേ കണ്ടില്ലായിരുന്നോ? ചേച്ചി ഇങ്ങനെ നോക്ക എന്നെ തന്നെയാണോ പറയുന്നതെന്ന്. അപ്പൊ അതിലെന്താ തോന്നുന്നത്? ഇല്ല ഞാനത് എനിക്ക് കുറെ കാര്യങ്ങളിൽ പുറത്ത് വന്നിട്ടാണ് അറിയുന്നത്. നമുക്ക് അകത്തിരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടസ്റ്റൻസിന്റെ കാര്യം നമ്മള് എവിക്ഷൻ കാര്യങ്ങളൊക്കെ പറയും. പുറത്ത് നമ്മൾ ഇത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഫാമിലി വന്നിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അറിയുന്നില്ലല്ലോ. പുറത്ത് വന്നിട്ടാണ് ഓൾറെഡി കേട്ടു. എനിക്ക് എന്തൊരു ഇത് വന്നില്ല, കാരണം ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെ അതെ, പക്ഷെ ചേച്ചിക്ക് വൺ ഫാൻ ബേസ് ആയിരുന്നു. ആൻഡ് അതിൽ പ്രത്യേകിച്ച് കുറെ ആരാധകന്മാരും ഉണ്ടായിരുന്നു. വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അറിഞ്ഞായിരുന്നല്ലേ? അത് ആ വിഷയം ചേട്ടൻ അറിഞ്ഞായിരുന്നോ? അറിയായിരുന്നല്ലേ? എന്ത് തോന്നി? സന്തോഷം. റോൾ മോഡൽ ഭർത്താവ് അല്ലേ? എന്തായാലും ഭയങ്കര സന്തോഷായല്ലേ? അത് കൂടുതലും അർജുന്റെ സിസ്റ്റർ എന്നുള്ളൊരു ഇതിലാണ് കൂടുതലും എല്ലാവർക്കും ഒരു അവനോടുള്ള റെസ്പെക്ട് എനിക്കും തന്നു. അതാണ് കൂടുതലും സംഭവിച്ചത് അവിടെ. അങ്ങനെയാണ് പറയാൻ ആഗ്രഹം. പക്ഷെ ചേച്ചിക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു നഗ്നമായ സത്യം. ഓക്കെ, അപ്പൊ പിന്നെ വേറൊരു കാര്യം, ഫുഡ് കഴിച്ചായിരുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല? ഓക്കെ, ഞാനും കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ പലരും ഫുഡ് കഴിച്ചിട്ടില്ല. എന്താ റീസൺ എന്നൊന്ന് ചോദിച്ചു നോക്കിയാ? എന്താ റീസൺ എന്ന് ചോദിച്ചു നോക്കിയാ? ഞാൻ പറയട്ടെ എന്താ കാര്യം. ഫുഡ് കഴിക്കാതെ എങ്ങാനും മയങ്ങി വീണാൽ അർജുൻ എടുത്ത് പൊക്കിയാലോ? അതെ, അതാണ് അവരുടെ മോട്ടീവ്. അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോ അർജുൻ ഒന്ന് പൊക്കിയാ മതി, എടുത്ത് പൊക്കിയാ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണ് ലിഫ്റ്റിംഗ് സ്റ്റാർ എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ, എന്താണ് ഇത് സംഭവം? അതും ഞാൻ എന്നോട് ഇപ്പം തിരിച്ചു കയറി വന്നപ്പോ എന്നോട് ഒരാൾ പറഞ്ഞത് ഇവിടെ ആര് വീണാലും ഞാൻ എടുത്തിട്ട് പോകുന്നത്. ശരി, ഞാൻ നോക്കിയപ്പോ സീരിയ ചേച്ചി വീണാലും ഞാൻ വീണാലും വേറെ ആരും വീണു. സീരിയ ചേച്ചി 2 വർഷം, ഞാൻ 2 വട്ടം വീണു. ഇപ്പൊ എന്റെ മുമ്പിൽ ഞാൻ നന്ദൂട്ടൻ വീണപ്പോഴും അത് തന്നെ. അതൊരു ഇതിപ്പോ പുറത്താണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരാൾ വീഴുമ്പോൾ നമ്മൾ ഓടി ചെല്ലുമില്ലേ, അത് തന്നെ. അപ്പം വേഗം ചെല്ലും, എടുക്കും, കൊണ്ട് മെഡിക്കൽ റൂമിൽ ചെയ്തു. അതാണ് എന്റെ പണി അവിടെ ശരിക്കും. പക്ഷെ ഇവിടെ അവര് പലരും ആലോചിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. അവർക്കൊക്കെ ഒന്ന് അർജുൻ പൊക്കി എടുത്താ കൊള്ളാൻ ആഗ്രഹമുണ്ട് അല്ലേ? കണ്ടോ? അപ്പൊ ലിഫ്റ്റിംഗ് സ്റ്റാറിന് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കുറെ പേർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്കൊന്ന് പൊക്കി എടുക്കാൻ താല്പര്യമുണ്ടെന്ന്. പേടിക്കണ്ട, പൊക്കി എടുപ്പിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർക്കെങ്കിലും സ്റ്റേജിലോട്ട് വരാൻ താല്പര്യമുണ്ടോ? പെൺകുട്ടികളെ വിളിച്ചത് ചേട്ടന്മാരെ കൈപോക്കുന്നേ അല്ല, ഫ്രം ഗേൾസ് ഉണ്ടോ? അയ്യോ ഒരാളെ, അയ്യോ കണ്ടോ എത്ര കൈ പോകുന്നതെന്ന്. ഒരാള് ഇനി ഇവിടെ ഒരു ടാസ്ക് ചെയ്യാൻ പ്ലീസ് വാ. വായോ. എന്താ പേര്? മൃദുല. മൃദുല. പഠിക്കാണോ? എന്താ പഠിക്കണേ? 7th. അർജുനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഓ, ഇമിറ്റേറ്റ് ചെയ്തതോ? മാത്രല്ല, അപ്പൊ അത് മോളെ പൊക്കണോ അതോ ഇമിറ്റേറ്റ് ചെയ്യണോ? ഇമിറ്റേറ്റ് ചെയ്താൽ മതി. അപ്പൊ അർജുൻ നമ്മുടെ മൃദുല എന്നല്ല പേര്, മൃദുലയ്ക്ക് വേണ്ടിയിട്ട്, മൃദുല മാത്രല്ല ഇവിടെ കുറെ പേര് അർജുന്റെ ജാൻമണിയും അർജുന്റെ നോറയ്ക്കൊക്കെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്യാവോ? ആക്ച്വലി ഞാൻ അത് അന്നേരം വെറുതെ ചെയ്തതാണ്. അതൊന്നും അത്ര ആവുന്ന പ്രതീക്ഷയില്ല. പക്ഷെ അതിങ്ങ് കത്തി കയറി. അന്നേരം ചെയ്തപ്പോൾ നല്ലത്, ഇപ്പൊ ചെയ്യുന്നത് നല്ലതാണെന്നില്ല. നമ്മള് ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി അല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇനി എങ്ങനെ അർജുൻ നോ പറയും? എന്തൊരു സപ്പോർട്ടാ നോക്കിയാ. എന്തുവരെ ശരിക്കും നീ അതന്നെ ചിന്തിച്ചിട്ടാ. ഇല്ല, നമ്മളെല്ലാരും കട്ടിക്ക് കെട്ടി നിൽക്കൂലേ അല്ലേ? എന്തേലും ഹെൽപ്പ് വേണോ? നീ ആര്? അയ്യോ, അവിടെ എന്താന്നറിയോ, അവിടെ നമ്മള് ഞാൻ ഈ ക്യാമറ ഉണ്ടെന്നൊന്നും വലിയ മൈൻഡ് ചെയ്യത്തില്ല, കോൺഷ്യസ് ആവില്ല. അപ്പൊ ഈ ആൾക്കാർ മുന്നിൽ ഒരു ചമ്മലുണ്ട്. അവിടെ വലിയ ചമ്മലൊന്നും തോന്നുന്നില്ല. അവിടെ എന്ത് കോപ്രായം കാണിക്കാന്നുള്ള മൂടാണ്. അതിപ്പോ നാട്ടുകാർ കാണുന്നുള്ള ഇടയ്ക്ക് വിട്ടുപോകും.
ഓക്കെ എന്നാ പിന്നെ ഓക്കെ ശരി എന്നാ പിന്നെ ജാൻമണി ജിൻഡോ ചേട്ടനെ എങ്ങനെയാ വിളിക്കുന്നതെന്ന് നമുക്ക് അർജുൻ ഒന്ന് കാണിച്ചു കൊടുത്താലോ? അത് റെഡി ജിൻഡോ ചേട്ടാ, അതല്ലേ? റെഡി 3, 2, 1 ഗോ. ഓക്കെ അർജുൻ അതൊന്ന് കാണിക്കോ? ഏത്? ജിൻഡോ ഞങ്ങളുടെ ചേട്ടനെ? ജാൻമണി ആയിട്ട് ഒന്ന് ജിൻഡോ ചേട്ടനൊന്ന് വിളിച്ചാ. ജാൻമണി, ഞാനത് ഇങ്ങനെ ഉടുപ്പ് വേണ്ടി വരുമോ? കേട്ടിട്ടില്ലേ? ജിൻഡോ ചേട്ടാ. കണ്ടോ അതിന് എന്തോരോ ഫാൻസ് ആണ്. ശരി നമുക്ക് ഈ കുഞ്ഞിനൊന്ന് ലിഫ്റ്റ് ചെയ്താലോ? വഴി വരെ വാ, ഓടി വാ. നന്ദി വേണേ. റെഡി 1, 2, 3 ഗോ. സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് മൃദുല. മൃദുല എനിക്കൊരു ഷെയ്ക്കാൻഡെങ്കിലും തരുമോ? നന്ദി വേണേ. ശരി പൊക്ക പൊക്ക പൊക്ക. അയച്ചോടാ, ഞാൻ ഇത് ചോദിച്ചു വാങ്ങിച്ചതാ. അയ്യോ എന്റെ ഇന്നേറ്. താങ്ക് യു. മോള് പൊക്കോ. ബൈ. ഇവിടെ ഇരിക്കുന്നോ? വേണ്ട. നമ്മള് ജാൻമണി മാത്രം ചെയ്തു എന്ന് വെച്ചാൽ നോറയ്ക്ക് വിഷമാവൂലേ? നമുക്ക് ചെറുതായിട്ടൊന്ന് നോറയും കൂടെ ഒന്ന് നോക്കിയാലോ? നോറയുടെ എന്തുവായിരുന്നു എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാ. എന്തുവായിരുന്നോ? ഞാൻ ലാൽ സാർ ലാൽ സാർ അത് വീഡിയോ കാണിച്ചപ്പോഴാണ് ഞാനത് ശരിക്കും നോട്ട് ചെയ്യുന്നത്. അറിയുന്നല്ലേ? അപ്പം ഞാനിത് കൺഫ്യൂഷൻ റൂമിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ അതിന് തന്നെ നടക്കുന്നതെന്ന്. ഞാൻ ആ ടൈമിൽ എന്തോ കാണിച്ചു. അപ്പൊ നോറ വന്നിട്ട് പറഞ്ഞു, അവരെല്ലാം പറഞ്ഞു നോറ ഇത് തന്നെയാണ് ചെയ്യുന്നത് കൺഫ്യൂഷൻ റൂമിലെ. അപ്പൊ നമുക്ക് ഒന്നും കൺഫ്യൂഷൻ റൂമിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ല. അറിയാൻ പുറത്ത് പറയാനും പറ്റത്തില്ല. അപ്പം എന്നോട് കുറെ പേര് എന്ന് പറഞ്ഞു അത് തന്നെയാണ് നോറ അതിനകത്ത് ചെയ്യുന്നത്. അപ്പം അറിയില്ല, ഇത് എങ്ങനെയൊക്കെയോ ആയി. അത് മറന്നു തോന്നുന്നല്ലേ? കൺഫ്യൂഷൻ റൂമിൽ എന്തായിരുന്നു സാറില്ല മറന്നെങ്കിൽ നമുക്ക് ഓഡിയൻസിന് നോറയുടെ മറക്കുന്നേ. ഓഡിയൻസിന് നല്ല പോലെ അറിയാം അർജുൻ എന്താണ് ചെയ്തത് നോറയായിട്ടെന്ന്. നമുക്കൊന്ന് ചെയ്താലോ നോറയായിട്ട്? 3, 2, 1 ഗോ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ്. എന്തായാലും വൻ സപ്പോർട്ടായിരുന്നു അല്ലേ അതിനൊക്കെ കിട്ടിയത്? എനിക്ക് അങ്ങനത്തെ ആക്ടിങ് എന്തെങ്കിലുമൊക്കെ ഒരു കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഇപ്പൊ അത് കിട്ടിയില്ലേ? ഓർത്തില്ലേ? ഇനി ഓർമ്മ വന്നോ? ഇനി ഒന്ന് ചെയ്യാലോ? എനിക്കൊന്ന് വിഗ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ബിഗ് ഉണ്ടെന്ന് കരുതിയാ മതി. ബിഗ് ബോസ് നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ്. ഓക്കെ താങ്ക് യു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അർജുന് പാട്ട് പാടി കൊടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവര് ഉണ്ട്? യെസ്. ഹായ്, പേരെന്താ? സുഷ്മ എവിടെന്നാ വരുന്നേ? പാലക്കാട്. ഞാൻ വന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. ശരി സുഷ്മ, അർജുനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ആദ്യം അർജുന്റെ ആക്ച്വലി ഫാൻ ആവുന്നത് റീൽസ് കണ്ടിട്ടുണ്ട് മുന്നേ. മൈക്ക് നേരെ പിടിക്കാം. റീൽസ് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിൽ ആക്ച്വലി ഫാൻ ആവുന്നത് വെൻ യു ടോക്ഡ് അബൌട്ട് ഡിപ്രഷൻ ആൻഡ് ഹൗ യു ഫേസ്ഡ് ഇറ്റ്. ആൻഡ് ഒരാളെങ്കിലും എന്നെ കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ ബെഡിൽ നിന്ന് എണീറ്റിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വന്ന ആൾക്കാരാ. രണ്ടുപേരും വായോ. യെസ് പ്ലീസ് പുട്ട് ഓൺ യുവർ യെസ്. എന്താണ് യെസ് ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ആ ഒരു ഇൻട്രോ സ്പീച്ചിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഹൗ യു സ്റ്റേഡ് ഇൻ ആൻഡ് എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എവിടെ എത്താത്തതിനെ പറ്റിയിട്ടൊക്കെ. ഞങ്ങൾ ആക്ച്വലി ബേസിക്കലി ഡോക്ടേഴ്സാണ്, പക്ഷെ ഞങ്ങൾ കറൻ്റ്ലി പെർസ്യൂ ചെയ്യണത് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഞങ്ങളും ഒരു 7-8 years ആയിട്ട് കോളേജിലൊക്കെ ഇരുന്നിട്ട് വി ഓൾസോ ഫെൽറ്റ് ലൈക്ക് ഫെയിലിയേഴ്സ് ആൻഡ് ഡിപ്രഷൻ കംസ് വിത്ത് ഇറ്റ്. ആൻഡ് യുവർ സ്പീച്ച് വാസ് റിയലി ഇൻസ്പയറിങ്. ആൻഡ് ഞാൻ അപ്പം തന്നെ വിചാരിച്ചിരുന്നു ഇഫ് ഹീ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഹി സേസ് ഇറ്റ്, എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പറ്റും. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നറൂട്ടോ, ഈവൻ ദോ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അർജുൻ പറഞ്ഞതിന് ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ഇറ്റ്. സോ ബിഗ് ഫാൻ. ആൻഡ് ഇറ്റാച്ചി ആണല്ലേ ഫേവറേറ്റ്? എല്ലാവരും ഇഷ്ടം കക്കാശി, ഇറ്റാച്ചി, നറൂട്ടോ. അല്ല ഇതൊക്കെ ആനിമേ ഉണ്ട്. അപ്പം അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നറൂട്ടോ ഭയങ്കര ഫാൻ ആണെന്ന്. അപ്പൊ അതിനുശേഷമാണ് നറൂട്ടോ കാണാൻ തുടങ്ങിയത്. ശരി, ഇതൊക്കെ ആരാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. യു കണ്ടിന്യൂ. അങ്ങനെ യു ആർ എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി വി വർ നോട്ട് വെൽ ഫ്യൂ ഡേയ്സ് ബാക്ക്, ബട്ട് ദെൻ ഇതിനായിട്ട് ഇങ്ങനെ വന്നതാ. ഇപ്പൊ സൂപ്പർ വെൽ ആണ്. ഇപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ജാൻമയുടെ സ്റ്റുഡൻസ് ഫസ്റ്റ് ബാച്ചിലെ. ഓക്കെ, അപ്പൊ പാട്ട് അർജുനുള്ള ട്രിബ്യൂട്ട് ആണല്ലേ? ഓക്കെ, നോറ പാടിയ പോലത്തെയാണോ
ഇഷ്ടം അത് ഓപ്ഷൻസ് ഇഷ്ടമുള്ള പറഞ്ഞോളൂ പഠിക്കോ പറഞ്ഞോളൂ. ഇഷ്ടമുള്ള പഠിക്കോ എങ്ങനെയെങ്കിലും എനിക്കൊന്നും ഇഷ്ടം എന്നാ ആള് പാടും, അർജുൻ സ്റ്റെപ്പ് ഇടും. ഓക്കെ ഇല്ലേ എന്നെ എങ്ങനെ നോക്കാം കഴിയട്ടെ എന്ന്. I wanna come home to the roses and dirty little notes on post-its. And when my hair starts turning gray, you'll say I'm like a fine wine, better with age. I guess I learned it from my father. The true love starts with friendship. A kiss on the forehead, a date night, fake an apology after a fight. I need a man who's patient and kind, gets out of the car and holds the door. I wanna slow dance in the living room like we're 18 at senior prom and grow with someone who makes me feel young. I need a man who loves me like my father loves my mom. Wow. Thank you so much. ഗംഭീരായിട്ട് പാടിയല്ലേ. ഞാൻ വിചാരിച്ചിരുന്ന ചിലപ്പോ ഒരു വെണ്ണിയില ചന്ദനക്കിണ്ണം അതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇത് ലെവല് വേറെ. ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലെ? ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. Actually, ഞാൻ ശ്രീജൻ ഫാനാ ഭയങ്കരമായിട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആണോ? അതെ ആണ്. ഭയങ്കരമായിട്ടും അതിനുശേഷമാണ് ഞാൻ ഭയങ്കര ഫാൻ. കോൺസ്റ്റന്റ്ലി ഷെയർ റീൽസ് അങ്ങനെയൊക്കെ. നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വരുത്താം. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. പാട്ടി എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. നമുക്കിരിക്കാം. Yeah, yeah. ഇനി കുറെ സംസാരിക്കാനുണ്ട്. കമൺ. കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം.